പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം ലൂക്കാ സുവിശേഷകൻ വിശദീകരിക്കുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ഒരനുഭവമാണത്. 24-ാമത്തെ അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ അവൻ അവരോട് പറയുന്നുണ്ട്, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതത്തിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഒന്നും അറിയാത്ത രീതിയിൽ 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് യാത്ര പുറപ്പെട്ടു. അന്ന് നടന്ന സംഭവങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. ആ യാത്രക്കിടയിൽ കർത്താവ് അവരുടെ കൂടെ കൂടി, സഹയാത്രികനായി അവരോടൊപ്പം കർത്താവും ചെന്നു. അവരുടെ യാത്രയിൽ കർത്താവ് കൂടെ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ആകമാനം ഉണ്ടായ ഒരു മാറ്റമാണ് ലൂക്കാ സുവിശേഷകൻ 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം വളരെ ഹൃദയസ്പർശിയാണ്. നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ ഹൃദയസ്പർശി എന്നതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമുക്കവിടെ കൂടുതൽ മനസ്സിലാകുക. ഈ 2 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ 11 പേരിൽ അപ്പസ്തോലന്മാരുടെ ഗണത്തിൽപ്പെട്ടവരല്ല. ഒരുവൻ്റെ പേര് ക്ലെയോഫാസ് എന്നാണ്. എന്നാൽ അപ്പസ്തോല ഗണത്തിൽപ്പെടാത്ത ഈ 2 ശിഷ്യന്മാർ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കൂടെ ഈ പ്രിയപ്പെട്ട ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ കുറേ നാളുകൾ ഉണ്ടായിരുന്നിരിക്കണം. ഉയർപ്പ് തിരുനാൾ ദിവസമാണ് അവർ പോകുന്നത്. 24-ാം അധ്യായം 13-ാമത്തെ തിരുവചനം പറയുന്നു, ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒരു സ്ഥാദിയോൺ എന്ന് പറയുന്നത് 180 മീറ്റർ ദൂരമാണ്. അപ്പോൾ ഇത് നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 11 കിലോമീറ്റർ മിച്ചം വരും ഈ ദൂരം. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം, ആ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടാണ് അവരുടെ ആ യാത്ര. 2 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കണം. അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖമുണ്ട്. ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിഷമിച്ച് ദുഃഖിച്ച് ആ ദുഃഖം വീണ്ടും കർത്താവിനോടുള്ള സ്നേഹം അവരുടെ സംസാരത്തിൽ പ്രകടമായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെയാണ് അവർ പറയുന്നത്. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. യേശു അവരുടെ കൂടെ കൂടി ഒന്നും അറിയാത്തവനെ പോലെ ഈശോ അവരോട് സംസാരിച്ച് യാത്ര ചെയ്യാം. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു അപരിചിതനാണോ നീ? ആ അപരിചിതനാണ് എന്ന് തന്നെ ഈശോ അവരുടെ മുമ്പിൽ സമ്മതിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രമാണിമാർ അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ മോചനം ഇവനിലൂടെയാണ് വരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. സെബദീപുത്രന്മാരുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. സെബദീപുത്രന്മാർ അമ്മയും കൂട്ടി കർത്താവെ, നീ നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ ഇവരിൽ ഒരുവനെ വലതുഭാഗത്തും അവരനെ ഇടതുഭാഗത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഒരു വലിയ രാജാവാകും. അപ്പോൾ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അനുഗ്രഹം അത് ലഭിക്കുവാൻ വേണ്ടി അമ്മയും കൂട്ടി അവർ ചെന്നു. ഇവരും ഏതാണ്ടൊക്കെ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ മോചനം അക്ഷരാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും കൂടെ ഈ ഇസ്രായേലിനെ മാത്രമല്ല, ലോകം മുഴുവനെയും മോചിപ്പിക്കുവാനുള്ള കർത്താവ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ കർത്താവ് ഈ ദൗത്യം പൂർത്തിയാക്കിയ വിവരം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരാരും അറിയുന്നില്ല. അവർക്കത് മനസ്സിലായും ഇല്ല. കർത്താവ് തൻ്റെ ഉത്ഥാനത്തിലൂടെ പാപത്തെയും മരണത്തെയും ജയിച്ചു. പക്ഷേ അതവർക്ക് എങ്ങനെയാണ് കർത്താവ് ഇത് ചെയ്തതെന്നും ഇവനാണ് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവനെന്ന് വിശ്വസിച്ചത് തെറ്റായിപ്പോയില്ല എന്നും ഒക്കെ അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈശോ അവരോട് പറയുന്നത്, ഭോഷന്മാരെ,
പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ടു പേരുടെ ഭോഷത്വം നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ കാലഘട്ടങ്ങളിലെ സമയത്തും ഒക്കെ നമ്മളും ആവർത്തിക്കുന്നുണ്ട്. ഈശോ അവരെ ഭോഷന്മാരെ എന്ന് വിളിച്ചു. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അപ്പോൾ ഇവരുടെ ഹൃദയത്തിനൊരു മന്ദീഭവിച്ച അവസ്ഥയുണ്ട്. ഇവർ ഭോഷന്മാരാണ്. ഇവർ വചനമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്താണ്? മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എഴുതിയിട്ടുണ്ട് തന്നെക്കുറിച്ച് ഇതെല്ലാം സംഭവിക്കേണ്ടതാണെന്ന്. അപ്പോൾ ഇവരുടെ ഭോഷത്വം വചനമറിയാത്തത് കൊണ്ടുള്ള ഭോഷത്വമാണ്. ഇതെല്ലാം ക്രിസ്തു സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഈ മഹത്വത്തിലേക്ക് ഈ സഹനത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് ഈ ലോകം മുഴുവനും രക്ഷ കൈവന്നതെന്നും തൻ്റെ ഉദ്ധാനത്തിലൂടെയാണ് സ്വർഗവാതിൽ തുറന്നു കിട്ടിയതെന്നും എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം വചനത്തെക്കുറിച്ച് ഒരറിവില്ല. അതുകൊണ്ടാണ് കർത്താവ് അവരെ ഭോഷന്മാരെ എന്ന് വിളിക്കുന്നത്. അപ്പം വചനത്തിൽ നിത്യവും ആശ്രയിക്കുന്നില്ല അവർ. ഒരു കാര്യം ചെയ്യുമ്പോൾ കർത്താവ് ഇത് അനുവദിക്കുന്നതാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം കർത്താവിൻ്റെ പദ്ധതിയും നമ്മുടെ പ്ലാനും കൂടിച്ചേരാതെ പോകുന്നു. കർത്താവിൻ്റെ പദ്ധതിയും നമ്മുടെ പ്ലാനുകളും ഒരുമിച്ച് കൂട്ടിമുട്ടാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് തന്നെയാണ് എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാർക്കും പറ്റിയത്. വചനമറിയാത്തത് കൊണ്ട് അവർ അവിടെ നിന്നിറങ്ങി അവർ യാത്രയായി. അവർ എമ്മാവുസിലേക്ക് പോയി, അവിടെ നിന്നും വേറെ എവിടെയെങ്കിലേക്കും പോയി. അപ്പോൾ ലഭിച്ച ക്രിസ്തു മാർഗമൊക്കെ അവരിൽ നിന്ന് കൈവിട്ടു പോകും. അതുകൊണ്ട് അങ്ങനെ കൈവിട്ടു പോകാതിരിക്കുവാൻ ക്രിസ്തു അവരുടെ മുമ്പിൽ ഒന്നുകൂടി ചെറുതായി കർത്താവ് അവരുടെ മുമ്പിൽ തന്നെ ഒന്ന് വെളിപ്പെടുത്തുകയാണ്. അവർ നഷ്ടപ്പെടാൻ പാടില്ല. അവർ തൻ്റെ ശിഷ്യന്മാരായിരുന്നു. തൻ്റെ സുവിശേഷ വേലയിൽ തൻ്റെ ഉദ്ധാനത്തിന് സാക്ഷികളാകേണ്ട ഇവർ എമ്മാവുസിലേക്ക് പോയി. അവരവിടെ നിന്ന് ഇങ്ങനെ കുറേ ദുഃഖവും കഥകളും ഒക്കെ പറഞ്ഞ് മറ്റെങ്ങോട്ടെങ്കിലും പോയി ലഭിച്ച കൃപകളും നഷ്ടപ്പെടുത്തി ഒരുപക്ഷെ മറ്റു തൊഴിലുകളിലേക്കും അവർ പോയി എന്ന് വരാം. അത് സംഭവിക്കരുത് എന്ന കർത്താവിന് വ്യക്തമായ പ്ലാനുണ്ട്. അതുകൊണ്ട് ഇവരുടെ പിന്നാലെ കർത്താവും എത്തിപ്പെടുകയാണ്. കർത്താവ് അവർക്ക് എല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. ആ ജ്വലിച്ചത് ഒരു അനുഭവമായി തീർന്നു. അവരങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇതെല്ലാം സംഭവിച്ചിട്ട് 3-ാം ദിവസമാണ്. ഈ 3 ദിവസം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നുപോയി. എന്നാൽ ഈ ശിഷ്യന്മാരാരും ഇതിൻ്റെ ബാക്കി എന്തായിരിക്കും എന്നൊന്ന് ചിന്തിക്കാൻ അവർക്കാർക്കും പറ്റിയില്ല. കർത്താവ് ഭൂമിയിലേക്ക് അവതരിച്ചു. ഈ കുരിശുമരണം നടന്നു. കർത്താവിനെ അവർ കല്ലറയിൽ അടക്കി ഉദ്ധാനം ചെയ്തു. എന്നാൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാനുള്ള ഒരു ക്ഷമ ഇവർക്കാർക്കും ഇല്ലാതെ പോയി. ഇനി ഇതിൻ്റെ ബാക്കി കർത്താവ് എന്തു ചെയ്യും? അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. കർത്താവ് ഒന്ന് ദൈവപുത്രനാണ് എന്നിവരെല്ലാം മനസ്സിലാക്കിയതാണ്. തൻ്റെ വചനവും തൻ്റെ പ്രവൃത്തികളും താൻ ദൈവപുത്രനാണ് എന്നതിന് സാക്ഷ്യം നൽകിയതാണ്. എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാനും ഇനി എന്ത് സംഭവിക്കും, ദൈവം എങ്ങനെ ഇനി ഇടപെടും, ഇന്ന കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കർത്താവ് നീക്കും, ഇതൊക്കെ ഒന്ന് കുത്തിയിരുന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പം പിന്നെ 24-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ ഇന്ന് വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു, അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഇന്ന് ഞങ്ങളെ വിസ്മയിപ്പിച്ചു. അവർ രാവിലെ കല്ലറയുടെ അടുത്ത് പോയി, പക്ഷേ അവനെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു എന്നും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കേട്ടതാണ്. സ്ത്രീകൾ പോയി, അവർ തിരിച്ചു വന്നു, തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി, ഈ ഈശോ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും, അതായത് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന പത്രോസും യോഹന്നാനുമാണ് കല്ലറയുടെ അടുത്ത് പോയതെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്കറിയാം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി, സ്ത്രീകൾ പറഞ്ഞ പോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. 3 വർഷം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും, കർത്താവ് ഇത്രയും സ്നേഹിച്ചിട്ടും, കർത്താവിനെ അവർ ഇത്രയേറെ അനുഭവിച്ചിട്ടും ആ കല്ലറയുടെ അടുത്തേക്ക് ഒന്ന് പോകാനും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാനും അവർക്ക് തോന്നിയില്ല. എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും പോയി ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് ഞങ്ങൾ കേട്ടു, അവനെ അവർ കണ്ടില്ല. ഇത്രത്തോളമൊക്കെ ഞങ്ങൾ കേട്ടു, എന്നാൽ ആ കല്ലറയുടെ അടുത്ത് ഒന്ന് പോകാനും
നിജസ്ഥിതിയൊന്നും മനസ്സിലാക്കുവാനും ഈ രണ്ടു പേർക്കും തോന്നിയില്ല. അവൽ കല്ലറയുടെ അടുത്ത് പോയി ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാണാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്ന് പഠിക്കുവാനായിട്ട് ഈ രണ്ടു പേർക്കും തോന്നിയില്ല. ഇതാണ് പറഞ്ഞത്, ഇവരുടെ ജീവിതത്തിലെ ഈ ഭോഷത്വം ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ആത്മീയ ജീവിതത്തെ തന്നെ നമ്മളെപ്പോഴും പിന്തുടരണം. എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തന്നെ ഞാൻ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. അവിടെ എപ്പോഴും ഒരു ജീവനുണ്ടാകണം. ഇവർക്ക് ആ കല്ലറയുടെ അടുത്തൊന്ന് പോയി കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് ബോധ്യപ്പെടും വിധം അവർക്കൊന്ന് പഠിക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ഇതൊരു ഭോഷത്വമാണ്, വചനം അറിയത്തില്ലാത്തതുകൊണ്ട്. എന്നാൽ 3 ദിവസം മുമ്പ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവനെ അവർ കൊന്നുകളഞ്ഞതാണ്. അവനോട് സ്നേഹമൊക്കെ ഉണ്ട്, എങ്കിലും മന്ദീഭവിച്ച ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥ. ഈ മന്ദീഭവിച്ച ഹൃദയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം നൽകാനാണ് കർത്താവ് അവരുടെ അടുത്തേക്ക് വന്നത്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവ് 3 തവണ തൻ്റെ പീഡാസഹനവും മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പീഡാസഹനവും കുരിശുമരണത്തെയും കുറിച്ച് 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം എന്ന് പറഞ്ഞ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി, അതിനുശേഷം ഉത്ഥാനത്തെയും കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. താൻ യഹൂദരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ പീഡിപ്പിക്കുമെന്നും അവൻ്റെ മേൽ തുപ്പുമെന്നും വിജാതീയരെ കേൾപ്പിച്ചു കൊടുക്കുമെന്നും അതിനുശേഷം അവനെ കൊല്ലുമെന്നും എന്നാൽ 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഈശോ വളരെ വ്യക്തമായി തൻ്റെ കേൾവിക്കാരോട്, ശിഷ്യന്മാരോട് ഒക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവ് നേരത്തെ സൂചന നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ വചനം കേട്ടു കർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ട ആ വചനത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എങ്കിൽ, ആ വചനം അവരിൽ ജീവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരും ആ കല്ലറയുടെ അടുക്കൽ പോയി കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ, എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് മനസ്സിലാക്കാൻ തക്ക വിധം വേണ്ടത്ര എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ എമ്മാവുസിലേക്ക് പോവുകയാണ് ചെയ്തത്. ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊന്നും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുന്ന വലിയ ഒരു വിപത്താണിത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പലപ്പോഴും പോകാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തുന്ന ഒരു വഴിയെ പോകാൻ എനിക്ക് പിന്നെ ജ്വലിക്കുന്ന ഒരു ഹൃദയം എനിക്കില്ല. എന്നാൽ ഈ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത്? കർത്താവ് അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും ഈശോയെക്കുറിച്ച്, തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി. ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ഇങ്ങനെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ജ്വലനം നടക്കും. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മളിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കും. സഭയോടുള്ള സ്നേഹം നമ്മളിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വചനത്തിൽ നമ്മൾ തീക്ഷ്ണതയുള്ളവരായി വചനത്തിൽ നമ്മൾ ജ്വലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്നും വളരെ മാറ്റപ്പെട്ട ജ്വലിക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ലഭിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും മന്ദീഭവിച്ച അതിനുശേഷം ശീതീകരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ നീങ്ങിപ്പോവാറുണ്ട്. ഞാനൊരിക്കൽ ഓർക്കുന്നു, ഞാനൊരിക്കൽ ആദ്യ കുർബാന നടത്തുകയായിരുന്നു ഇടവകയിൽ ആദ്യ കുർബാന നടത്തിയ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻറ്റുകളെല്ലാം ശരിയാണ്. അപ്പം 2 മാതാപിതാക്കൾ വന്ന് പറഞ്ഞാൽ ആ കുർബാനയുടെ സമയം മാറ്റണം, ഞങ്ങൾക്ക് സദ്യ നടത്തുവാനുള്ള വേണ്ടത്ര ക്രമീകരണങ്ങൾ നടത്തുവാനുള്ള സമയം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം അവർ നമ്മുടെ ആദ്യ കുർബാനയുടെ ആ സംഭവത്തെ അവരത്രത്തോളം വിലയില്ലാതായി കാണുകയാണ്. അവരുടെ സദ്യക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില. അവരുടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട. ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും ആ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന അനുഭവം, അതൊന്നും ഒരു വിഷയം, അതൊക്കെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോ, എങ്ങനെ വേണമെങ്കിലും മാറ്റി വെച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ സദ്യയായിരിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. പ്രധാനപ്പെട്ടത് ഏതാണ്, അപ്രധാനപ്പെട്ടത് ഏതാണ്, ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതാണ് ഞാൻ കൂടുതൽ ശക്തിയോടെ സ്വീകരിക്കേണ്ടത്, ഏത്
ഏത് മാർഗത്തിലൂടെയാണ് ഞാനെപ്പോഴും പോകേണ്ടത് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. മന്ദീഭവിച്ചവരാണ്, ഭോഷന്മാരാണ് നമ്മൾ. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് ഈശോ അവരെ വിളിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദൈവിക അനുഭവങ്ങളെ, ദൈവത്തിന് വേണ്ടിയുള്ള സമയം, കർത്താവിൻ്റെ മുമ്പിലായിരിക്കാനുള്ള സമയം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വഷളാക്കി കളഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം. പള്ളിയിലെ കാര്യങ്ങൾ, കുദാശകൾ, ഇതെല്ലാം അപ്രധാനപ്പെട്ട കാര്യങ്ങളാക്കി നമ്മൾ തീർത്തിട്ടുണ്ട് എങ്കിൽ കർത്താവ് ആ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ നമ്മളെയും വിളിക്കും ഭോഷന്മാരെ എന്ന്. പലപ്പോഴും പള്ളിയിൽ പോകാത്ത, ഞായറാഴ്ചകളിൽ പള്ളി കാണാത്തവരോട് നമ്മൾ ചോദിച്ചു എന്താ പള്ളി വരാഞ്ഞ്, വളരെ ചുരുക്കം പേർക്കാണ് സോളിഡായിട്ടുള്ള റീസൺ പറയാനുള്ളത്. ഗൗരവമായിട്ടുള്ള കാരണങ്ങൾ പറയാനുള്ളത്, സുഖമില്ല, കിടപ്പിലായിരുന്നു, ആശുപത്രിയിലായിരുന്നു എന്ന് പറയാനുള്ളത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്കെല്ലാം സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി, വരാൻ പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാന, മറ്റു കുദാശകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പം നമ്മളിങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിസ്സാര കാരണങ്ങളുടെ പേരിൽ നമ്മൾ ഒഴിവാക്കുമ്പോൾ ലീവ് കിട്ടിയില്ല. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് നമ്മളങ്ങ് പറഞ്ഞൊപ്പിക്കുമ്പോൾ ചിലരോട് ചോദിക്കുമ്പോൾ പറയും ഞാൻ വെറുതെ പള്ളി വരാതെ എന്നാന്ന് പറയും. ഒരു പ്രത്യേകിച്ചൊരു കാരണവുമില്ല, കിടന്നുറങ്ങി, മറ്റൊന്നും അവർക്ക് പറയാനില്ല. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഉത്ഥാന അനുഭവം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. അവരുടെ ഹൃദയത്തിന് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജ്വലനമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മരിച്ചവർക്ക് തുല്യമായി തീരുന്നത്. മന്ദീഭവിച്ച ഹൃദയത്തോടുകൂടെ നമ്മൾ കടന്നു പോകുന്നത്. ശിഷ്യന്മാർക്ക് 3 ദിവസം നടന്ന കാര്യത്തെക്കുറിച്ച് നിരാശയുണ്ട്. അവരുടെ നിരാശയിലാണ് അവർ പറയുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ, ഇവനാണ് രക്ഷകനെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, എന്തെങ്കിലുമൊക്കെ ഇസ്രായേലിന് സംഭവിക്കും എന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഇവർ കരുതിയ പോലെയുള്ള മാറ്റങ്ങളല്ല ഇസ്രായേലിന് വന്നത്. ഇവർ കരുതിയ പോലെയുള്ള മാറ്റങ്ങളല്ല ആദിമ ക്രൈസ്തവ സമൂഹം കർത്താവിൻ്റെ ഉത്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു. അതിനുശേഷം സുവിശേഷം വളരെ ശക്തിയോടുകൂടി പ്രഘോഷിക്കപ്പെട്ടു. കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ഒരുപാട് പേര് സാക്ഷ്യം നൽകി. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം വളരെ ശക്തിയോടെ വചനം പ്രസംഗിച്ചു. അപ്പോൾ ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും വലിയൊരു മാറ്റം വന്നു. അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പം മുറിച്ചപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പം മുറിച്ചപ്പോൾ അവരവനെ തിരിച്ചറിഞ്ഞപ്പോൾ അത് വലിയ ഒരു ജ്വലിക്കലായി അവർക്ക് മാറി. ഏതാണ്ട് 11 കിലോമീറ്റർ മിച്ചം വരുന്ന ദൂരം ആ സന്ധ്യാസമയത്ത് തന്നെ അവർ തിരിച്ചു നടക്കാനുമായിട്ട് അവർ ശക്തിപ്പെട്ടു. കർത്താവിൻ്റെ ഈ സാന്നിധ്യത്താൽ അവരുടെ കണ്ണുകൾ തുറന്നു കിട്ടി. അവരുടെ കണ്ണുകൾ മാത്രമല്ല, ഹൃദയവും അടഞ്ഞിരിക്കുകയായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ പദ്ധതികളും നമ്മുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അടഞ്ഞ ഒരു ഹൃദയവും മന്ദീഭവിച്ച അവസ്ഥയും മൂടപ്പെട്ട കണ്ണുകളുമായിരിക്കും എപ്പോഴും നമുക്കുള്ളത്. ക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലാതെ, അവിടുത്തെ വചനത്തിൽ നിന്ന് ശക്തി സംഭരിക്കാതെ നമുക്കൊരിക്കലും ഹൃദയത്തിനൊരു ജ്വലനം കിട്ടുകയില്ല. നമ്മുടെ കണ്ണുകൾ ഒരിക്കലും തുറന്നു കിട്ടുകയില്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ അഗ്നി ഒരിക്കലും കടന്നു വരികയില്ല. ഇത് കടന്നു വരാൻ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കണം, കർത്താവിനോട് കൂടെ ജീവിക്കണം. എമ്മാവൂസിലെത്തിയപ്പോൾ അവർക്ക് സംഭവിച്ച ആ മാറ്റങ്ങൾ, കർത്താവിനോടുകൂടെ അത്രയും സമയം നടന്നപ്പോൾ കർത്താവ് യാത്ര തുടരുകയാണെന്നാണ് ഭാവിച്ചത്. സുവിശേഷകൻ അങ്ങനെ പറയുന്നു, അവൻ യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നേരം വൈകി ഞങ്ങളുടെ കൂടെ താമസിക്കുക. ഈശോ ക്ഷണം സ്വീകരിച്ചു. വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നു. ആ ജ്വലനം മൂലം വചനം വ്യാഖ്യാനിച്ചു തന്നവനോട് അവർക്കൊരടുപ്പം തോന്നി. ഈ വചനം വ്യാഖ്യാനിച്ചു തന്നവനോട് ഒരടുപ്പം തോന്നി. ഈ അടുപ്പം തോന്നിയപ്പോൾ അവനെ അവർ ക്ഷണിച്ചു. ഈ അടുപ്പമാണ് ഈശോയെ കൂടെ താമസിക്കാൻ ക്ഷണിക്കാനായിട്ട് അവർ കാരണമായത്. അപ്പോൾ ക്ഷണിച്ചത് തിരിച്ചറിയാൻ അവർക്ക് കാരണമായി. തിരിച്ചറിഞ്ഞത് ഒരു തിരിച്ചുപോക്കിനും കാരണമായി. അപ്പം മുറിച്ചപ്പോൾ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ തിരിച്ചറിഞ്ഞത് അപ്പോൾ തന്നെ അവരെഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് തിരിച്ചു പോകാൻ കാരണമായി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് വന്നത്. ഈശോയെ ക്ഷണിച്ചു, ഈശോ അവരുടെ ക്ഷണം സ്വീകരിച്ചു.
അതുപ്രകാരം ഈശോ അപ്പം മുറിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞത് അവർക്കുടനെ ജെറൂസലേമിലേക്ക് തിരിച്ചു പോകാൻ കാരണമായി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ആകപ്പാടെ ഒരു വലിയ മാറ്റം വന്നു. ഈ മാറ്റങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഉദ്ധിതനെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ ഇടയാകത്തക്ക വിധം ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ. ഉദ്ധിതനെക്കുറിച്ച് സാക്ഷികളാകാനും ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചു നടക്കാനും അവർ തയ്യാറായി. അത്രത്തോളം കിലോമീറ്റർ, 11 കിലോമീറ്റർ മിച്ചം അവർ തിരിച്ചു നടന്നു. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിത്തീരും. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികൾ നശിച്ചു പോകുന്നതാണ് സ്വർണം അഗ്നിയിൽ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ മാറ്റു കൂടി വരുന്നത് പോലെ സഹനത്തിലൂടെയും നമ്മുടെ കഷ്ടതകളിലൂടെയും നമ്മൾ കടന്നുകൂടി നമ്മൾക്ക് ലഭിക്കുന്ന ആ വലിയൊരു വിശ്വാസം, അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ, അവിടുത്തെ 2ാമത്തെ ആഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിത്തീരും. ഇന്നത്തെ എൻ്റെ ഈ ജീവിതം, ഞാൻ ഈ ഉദ്ധിതനെ പിൻചെല്ലുവാനായിട്ട് എടുക്കുന്ന ത്യാഗങ്ങൾ, എൻ്റെ ഈ കഷ്ടപ്പാടുകൾ, ഈ ഉദ്ധിതൻ്റെ പിന്നാലെ പോകുവാനായിട്ടും അവന് സാക്ഷ്യം വഹിക്കുവാനും അവൻ്റെ വചനത്തിലും അവൻ പറഞ്ഞിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ ചട്ടക്കൂട്ടിലും ഒതുങ്ങി നിന്ന് ഞാൻ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ അവിടുത്തെ മഹത്വത്തിനും ബഹുമാനത്തിനും സ്തുതിക്കുമെല്ലാം കാരണമായി തീരും. വലിയ അനുഗ്രഹമായിട്ട് ആ ജീവിതം അവസാനിക്കും. അതാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്ന വലിയൊരു പരിവർത്തനം. ഈ പരിവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഉദ്ധിതൻ്റെ കൂടെ ആയിരുന്നാൽ ഈ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പത്രോസിനെ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 11-ാമത്തെ തിരുവചനവും ഇങ്ങനെ പറയുന്നു: ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചുമൊക്കെ പ്രവചിച്ചവർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് മുൻകൂട്ടി പ്രവചിച്ചത്. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? അതെപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. അവരാകട്ടെ അത് എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അന്വേഷണത്വര നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈ കാര്യങ്ങൾ സംഭവിക്കും? എൻ്റെ കാര്യത്തിൽ കർത്താവ് എങ്ങനെ ഇടപെടും? കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മഹത്തായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും കർത്താവ് എനിക്ക് എന്താണ് ആയിരിക്കും തരിക? കർത്താവ് എന്നെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക? ഞാൻ എങ്ങനെ കർത്താവിൻ്റെ വഴിയിലൂടെ പോകണം? അപ്പോൾ ഇപ്പോഴും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരന്വേഷണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരന്വേഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അപ്പസ്തോലന്മാർ ജ്വലിച്ചതുപോലെ ജ്വലിക്കാൻ പറ്റും. എപ്പോഴും ഒരു അന്വേഷണം, വചനത്തെക്കുറിച്ച് അത് പഠിക്കാനുള്ള താല്പര്യം, എൻ്റെ ജീവിതവും അതിനോട് ചേർത്ത് വയ്ക്കുവാനുള്ള ഒരാഗ്രഹവും. ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവ് ഇത് വെറുതെ പറഞ്ഞതല്ല. എന്തന്വേഷിച്ചാലും കിട്ടും, എന്ത് ചോദിച്ചാലും കിട്ടും. കർത്താവ് തരും. കർത്താവ് തരുന്നത് വെറുതെയാണ് തരുന്നത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ കല്ലറയുടെ അടുത്ത് പോലും വരാതെ ക്രിസ്തുവിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക പോലും പോയതല്ലേ. എന്നാൽ അവരവിടേക്ക് പോട്ടെ എന്ന് ക്രിസ്തു വെച്ചില്ല. ക്രിസ്തു അവിടെ കൊൽപ്പം കൂടി താന്ന് എളിമപ്പെടുത്തി അവരുടെ പിന്നാലെ കർത്താവും ചെന്നു. അവരങ്ങനെ നഷ്ടപ്പെട്ടു പോകാനുള്ളവരല്ല. അവർ തൻ്റെ ഉദ്ധാനത്തിന് സാക്ഷികളാകാനുള്ളവരാണ്. അവർ പഠിച്ചില്ല, അവരന്വേഷിച്ചില്ല, എങ്കിലും ശരി ഇവരെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ക്രിസ്തു തീരുമാനിച്ചു. അതുകൊണ്ട് അവരുടെ പിന്നാലെ പോയി അവരെ വലിയ സാക്ഷികളാക്കി. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കും ഈ ഉദ്ധിതൻ്റെ വലിയ പ്രകാശം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിലും പലപ്പോഴും ഞങ്ങൾ പകച്ചു നിന്ന് പോകാറുണ്ട്, നിരാശപ്പെടാറും ദുഃഖിക്കാറുമുണ്ട്. എങ്കിലും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും ഞങ്ങളെ ഒരിക്കലും അനാഥരായി അങ്ങ് വിടുകയില്ലെന്നും
ആ ഒരു വലിയ സത്യം അങ്ങ് ഞങ്ങളെ എപ്പോഴും പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഉദ്ധിതൻ്റെ കൂടെ നിൽക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.